നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കുക. അതും കേരളത്തിൽ നിന്ന് വന്നൊരു പീറ. ഇനി റിലീസാൻ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് പൃഥ്വിരാജ് യൂസ് ചെയ്ത ക്യാമറയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഗംഭീര കോമഡി ആയിട്ടൊരു വീഡിയോ. അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് കഥ പറയാം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ്. ഇന്ത്യയിൽ തന്നെ ഇതൊരൊറ്റ പീസേ ഉള്ളൂ. ഈ ക്യാമറയ്ക്ക് ഒരു ക്യാമറാമാന്റെ ആവശ്യമില്ല, ഫുള്ളി റോബോട്ടിക്സിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഇത് ബോട്ട് എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് ആണ്. എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്കകത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നി. അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജാണ്. അയാളെ ക്യാമറമാൻ അല്ല, ഒരു അഭിനേതാവാണ്, ഒരു സംവിധായകനാണ്. വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. ഇതിന്റെ ക്യാമറമാൻ സുജിത് വാസുദേവ് എന്നൊരാളാണ്. അതുകൊണ്ട് നീ ആലോചിച്ചൊക്കെ കാര്യങ്ങൾ പറയണം. അവൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഇനി നിന്റെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ മോക്കോ ബോട്ട് എന്ന എക്യുപ്മെന്റ് ആണ് എമ്പുരാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കള്ളുഷാപ്പിലെ വീഡിയോ പറയുന്ന പോലെ അല്ല. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്കറിയില്ലല്ലോ സുഹൃത്തെ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. അത് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. കൺമുമ്പിലെ ഗാനം വന്ന ഞാൻ എന്റെ ലൈവായിരിക്കും ഞാൻ അടുത്ത പോണത്. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അങ്ങോട്ട് പോയിക്കോളെ, ബാക്കെടുത്തോളി, പോയിക്കോളെ, വീട്ടിൽ പോയിക്കോളെ. ശരി, ശ്രദ്ധിച്ച് റോഡും ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യട്ടാ. നല്ല പോണം. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കണോ? സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ?